ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് അലീന ഫാദറിനോട് സോറി പറയുന്നതാണ്. രോഹിത്തിന്റെ പഠിത്തം നിന്നു പോകുമെന്ന് തോന്നിയപ്പോൾ അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞു പോയതാണ്. ഫാദർ എന്നോട് ക്ഷമിക്കണം. ഫാദർ അലീനയോട് പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്. അധികാരം കൊണ്ട് കാഴ്ച മങ്ങുമ്പോൾ നിന്നെപ്പോലെ ആരെങ്കിലും വേണം കണ്ണ് തുറപ്പിക്കാൻ. അലീനയ്ക്ക് സ്നേഹോപകാരമായി ഒരു കുഞ്ഞു ബൈബിൾ കൊടുക്കുന്നു. മാത്രമല്ല തലയിൽ കൈവച്ച് അവളെ അനുഗ്രഹിക്കുന്നു. അലീന പറയുന്നു, രോഹിത്തിനെ കൂടി ഒന്ന് അനുഗ്രഹിക്കണേ. ഫാദർ രോഹിത്തിന്റെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. അടുത്തതായി കാണിക്കുന്നത് വൈജയന്തിയെയാണ്. എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു കോൾ വരുന്നു. ഫോണെടുത്ത് കാർ ഡ്രൈവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. രോഹിത്തും അലീനയും കൂടി പ്രിൻസിപ്പാളിനെ കണ്ടതിനു ശേഷം ഒരു ബേക്കറിയിൽ കയറുന്നു. രോഹിത്തിനെ കോളേജിൽ തിരിച്ചെടുത്തത് ആഘോഷിക്കാൻ ഒരു കേക്ക് വാങ്ങാൻ വന്നതാണ്. അടുത്തതായി കാർ ഡ്രൈവർ വന്ന വൈജയന്തിയുടെ പെട്ടികൾ എടുത്തുകൊണ്ടുപോകുന്നു. ഇതു കാണുന്ന ബബിത ചോദിക്കുന്നു, അമ്മ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പോകുന്നു. എന്നെ ആവശ്യമില്ലാത്ത ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. നിങ്ങളെല്ലാം സുഖമായി ഉണ്ണുന്നു, ഉറങ്ങുന്നു. എന്റെ ആവശ്യം ഈ വീട്ടിലില്ല. ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നു. എന്റെ മക്കളെയും ഈ വീടും എല്ലാം അലീന നോക്കും. ബബിത പറയുന്നു, വീട്ടിൽ ഉത്തരവാദിത്വപ്പെട്ട ആരും ഇല്ലാത്ത സമയത്താണോ പോകുന്നത്? അച്ഛനോട് പറയണ്ടേ? വൈജയന്തി പറയുന്നു, എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും കാണിക്കാത്ത ആളോട് ഞാൻ എന്തിനു പറയണം? ബബിത പറ്റാവുന്നതും വൈജയന്തിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ബബിതയെ തള്ളി മാറ്റി വൈജയന്തി കാറിൽ കയറി പോകുന്നു. വൈജയന്തിയെ കമല അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ബാലചന്ദ്രൻ അറിഞ്ഞിരുന്നോ നീ അവിടുന്ന് പോന്ന കാര്യം? കമല ചോദിക്കുന്നു. വൈജയന്തി പറയുന്നു, ഞാൻ എന്തിനു പറയണം? ഒരു പട്ടിയുടെ വില പോലും എനിക്കവിടെ തരാത്തവരോട് ഞാൻ എന്തിനാണ് പറയുന്നത്? ശിവേട്ടൻ പറയുന്നു, എന്തൊക്കെയായാലും വൃത്തികെട്ട വർത്തമാനത്തിന് ഒരു കുറവുമില്ല. വൈജയന്തി പറയുന്നു, എനിക്ക് 3 ആങ്ങളമാരുണ്ട്. അവരും ഇപ്പോൾ ബാലചന്ദ്രന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. ഇതു കേൾക്കുന്ന കമല പറയുന്നു, അത് നീ പറഞ്ഞത് ശരിയാണ്. ചിലരുടെയൊക്കെ നട്ടെല്ല് വളഞ്ഞ് ഇല്ലാതായി. ശിവന് ദേഷ്യം വരുന്നു, നിനക്ക് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് നിർത്താറായില്ലേ കമലേ? വൈജയന്തി പറയുന്നു, കമലേടത്തി പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്ക് എന്റെ ആത്മാഭിമാനം പണയം വച്ച് അവിടെ നിൽക്കാനാവില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. കമലയും വൈജയന്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശിവൻ പറയുന്നു, നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അതു കഴിഞ്ഞല്ലേ മക്കളും ഭർത്താവും. ഇതിനിടയിൽ കമല മനുവിന്റെ കാര്യം എടുത്തിരുന്നു. മനു അലീനയെ കെട്ടണം എന്ന് പറഞ്ഞു നടക്കല്ലേ? ഇതു കേൾക്കുന്ന വൈജയന്തി പറയുന്നു, സത്യമാണോ കമലേടത്തി? അത് ഒരിക്കലും സമ്മതിക്കരുത്. അവളെ ഈ വീട്ടിൽ കയറ്റരുത്. വൈജയന്തിയോട് ദേഷ്യം വന്ന് ശിവേട്ടൻ അകത്തേക്ക് പോകുന്നു. വൈജയന്തി പറയുന്നു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഭ്രാന്തായി എന്ന്. കമല പറയുന്നു, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. നീ പോയി ഡ്രസ്സ് മാറ്റി വരാൻ പറഞ്ഞ് കമല അകത്തേക്ക് പോകുന്നു.